നാം ഇന്ന് റിപ്പബ്ലിക്കിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഭാരതം കടന്നുപോകുന്നത്. ലോകത്തെ ഏറ്റവും വലിയ മനോഹരമായ ഭരണഘടന നമുക്കുണ്ട് എന്ന് നാം അവകാശപ്പെടാറുണ്ട്. ശരിക്കും ഏറ്റവും വലിയ മനോഹരമായ സൃഷ്ടി ഇന്ത്യൻ ഭരണഘടനയാണ്. അതിന് സമാനമായ മറ്റൊരു സൃഷ്ടി ലോകത്തുണ്ടായിട്ടില്ല എന്നതിന് പറയാം. ആ നിലയിൽ തുല്യനീതിയും തുല്യാവകാശം തുല്യ അവസരം ഉറപ്പു ചെയ്യുന്ന ഒരു വലിയ ഭരണഘടന രാജ്യത്ത് ഉണ്ടായി. ആ നിലയിലുള്ള ഭരണം ആരംഭിച്ചതിൻ്റെ 75 വർഷം പിന്നിടുകയാണ്. പക്ഷെ നമ്മുടെ സംഭാവനയായ ജനാധിപത്യം നമുക്ക് സാർവത്രികമായി എല്ലാ തലങ്ങളിലും പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നാം ആലോചിക്കേണ്ട വിഷയം. ഒരു ജനാധിപത്യ സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ നാം എത്ര കണ്ട് വിജയിച്ചു? ജനാധിപത്യ അവകാശബോധം, ജനാധിപത്യ ഉത്തരവാദിത്വ ബോധം ഇവ യാഥാർത്ഥ്യമാക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 75 വർഷം പിന്നിടുമ്പോഴും നമ്മുടെ നാട്ടിൽ ജനാധിപത്യ അവസ്ഥ എന്ന് പറയുന്നത് വെറും ഇലക്ഷന് വോട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും, ആ വോട്ട് ചെയ്യുന്നതിന് താല്പര്യങ്ങൾക്ക് വിധേയമായി മാത്രം വോട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ ജനാധിപത്യപരമായ പ്രവർത്തന മേഖല ജുഡീഷ്യറി ആയാലും എക്സിക്യൂട്ടീവ് ആയാലും ലെജിസ്ലേച്ചർ ആയാലും മീഡിയ ആയാലും ഇവ നാലും ഏത് വിധത്തിൽ നിർവഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. നാം ഇവിടെയൊക്കെ വേണ്ട വിധത്തിൽ പുരോഗതി നേടിയോ? നമ്മുടെ നിയമനിർമ്മാണ സഭകൾ, പാർലമെൻറ്റായാലും നിയമസഭയായാലും പ്രാദേശിക തലത്തിലുള്ള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സംഘമായാലും അവരുടെ യോഗമായാലും ഒക്കെ തന്നെ നാം കാണുന്നത് എന്താണ്? ജനാധിപത്യപരമായി വികസന കാര്യങ്ങളെക്കുറിച്ച്, നാടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, നാട്ടുകാരുടെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അവരിൽ അർപ്പിതമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് പകരം എല്ലാ ഇടങ്ങളിലും സമയം അപഹരിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ പറഞ്ഞാണ്. വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വിതറി സംസാരിക്കുന്ന, അതിനുവേണ്ടി ബഹളമുണ്ടാക്കുന്ന, അതിനുവേണ്ടി പ്രശ്നം സൃഷ്ടിക്കുന്ന ജനനേതാക്കന്മാർ, ലെജിസ്ലേച്ചേഴ്സിനെ കൊണ്ട് നമ്മുടെ രാജ്യം നിറഞ്ഞിരിക്കുന്നത് പോലെയാണ് നമുക്കത് അനുഭവപ്പെടുന്നത്. ഞാൻ ഓർക്കുകയാണ്, സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഭാരതത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാഷ്ട്രീയമായ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകളെ ഒത്തുചേർത്തുകൊണ്ടാണ് ആദ്യത്തെ ഗവൺമെൻറ് രൂപീകരിക്കുന്നത്. ആ ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ സെർച്ച് ഫോർ എക്സലൻസ്, വിദഗ്ധരായ ആളുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തിൽ വരണം, ഭരണ ചുമതല വഹിക്കണം എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സംസാരവും കേൾക്കുവാനിട വന്നിട്ടില്ല. അദ്ദേഹം വോട്ട് ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ആക്രമിച്ച് സംസാരിക്കുന്ന ഒരു വർത്തമാനം കേട്ടിട്ടില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന AK ഗോപാലനെ ഏറെ ആദരപൂർവ്വം കാണുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ കേൾക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ജനാധിപത്യം സാർവത്രികമായി സമ്പൂർണ്ണമായി പുലരണമെന്ന് ആഗ്രഹിച്ച ആളായിരുന്നു ജവഹർലാൽ നെഹ്റു. അതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും പ്രവർത്തനം അതേപോലെയായിരുന്നു. രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏത് വിധത്തിൽ നാം ഇടപെടണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ പ്രതിപക്ഷത്ത് നിന്ന് വെക്കാൻ കഴിയുന്നുണ്ട്. പ്രധാനമന്ത്രിക്ക് തത്തുല്യമായ ഉത്തരവാദിത്വം നിർവഹണം നടത്തുന്ന പ്രതിപക്ഷ നേതാവ്, ആ നിലയിലുള്ള ഒരു ഇടപെടലുകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ജനാധിപത്യത്തിൻ്റെ പൂവണിയുന്ന സ്വപ്നങ്ങളാണ് നാം അന്ന് കണ്ടുവന്നത്. അതായിരുന്നു നമ്മുടെ ചരിത്രം, നമ്മുടെ തുടക്കം. അവിടെ നിന്ന് നാം ഇങ്ങോട്ട് വന്നപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പാർലമെൻറ്റിലായാലും നിയമസഭയിലായാലും വ്യക്തിഹത്യ നടത്തി സംസാരിക്കുന്ന രീതിയിൽ നമ്മുടെ ഭരണകർത്താക്കളുടെ, ലെജിസ്ലേച്ചേഴ്സിൻ്റെ എല്ലാ പ്രവർത്തനവും മാറിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട്, ഇതുകൊണ്ട് തന്നെ സൊസൈറ്റിയുടെ കമാൻഡ് നിർവഹിക്കേണ്ടുന്ന ലെജിസ്ലേച്ചറിൻ്റെ ശക്തി ദുർബലപ്പെട്ടു പോകുന്നു. ശക്തി ദൗർബല്യത്തിൻ്റെ പേരിൽ എക്സിക്യൂട്ടീവ് കാര്യക്ഷമമല്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? 75 വർഷമായി എക്സിക്യൂട്ടീവ് കാര്യക്ഷമമായ ഒരു എക്സിക്യൂട്ടീവിനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ എക്സിക്യൂട്ടീവിൻ്റെ ദൗർബല്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള പല സാമൂഹ്യ പ്രശ്നങ്ങളും. വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും തൊഴിൽപരമായും ഒക്കെയുള്ള പിന്നോക്കാവസ്ഥ. ലോകം മാറുകയാണ്. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും പുതിയ കണ്ടുപിടുത്തങ്ങൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് സാർവത്രികമായി എല്ലാവർക്കും ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിലുള്ള വ്യാപന പ്രവർത്തനം നടത്തുവാൻ, അത് ഏറ്റെടുക്കുവാൻ
പ്രാപ്തിയുള്ള ഒരു എക്സിക്യൂട്ടീവിനെ നമുക്ക് ഇതുവരെ അണിയിച്ചൊരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദൗർബല്യം നാം തിരിച്ചറിയണം. അതിന് പകരം എക്സിക്യൂട്ടീവും ചെയ്യുന്ന എന്താണ്? എക്സിക്യൂട്ടീവും ഇത്തരത്തിൽ വാദോരാതെ സംസാരിക്കുക മാത്രമാണ് എക്സിക്യൂട്ടീവിൻ്റെയും ജോലിയായി മാറുന്നത്. ചീഫ് സെക്രട്ടറി വരെ ആയിരുന്ന ആളുകൾ പോലും എന്തെങ്കിലും അപക്വമായ കാര്യങ്ങൾ പറയുന്നതിലാണ് മികവ് കണ്ടെത്തുന്നത്. അവർ നിസ്സഹായരായി സംസാരിക്കുന്നത് കാണാറുണ്ട്. ഈ ഒരു ദുരവസ്ഥ എന്തുകൊണ്ട് നമ്മൾ 75 വർഷമായി ഉണ്ടായി? നമ്മുടെ ജുഡീഷ്യറി പോലും സ്വാധീനത്തിന് വഴങ്ങുന്നു എന്ന നിലയിൽ ജുഡീഷ്യറി നമുക്ക് തോന്നിയതുപോലെ തന്നെ നമുക്ക് നിയമപരിപാലനം നടത്തുന്ന നിലയിൽ ഇടപെടുന്നു എന്ന് പറയുന്ന ആക്ഷേപിക്കുന്ന നിലയിലേക്ക് സുപ്രീം കോടതി മുതൽ ഇങ്ങ് താഴെ തട്ടിലുള്ള കോടതികൾ വരെ ഈ വിധത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന, സ്വാധീനത്തിന് വഴങ്ങുന്നു എന്ന് പറയുന്ന ആക്ഷേപിക്കുന്ന നിലയിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സായി വിരമിച്ചവരായാലും ജുഡീഷ്യൽ ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ടവരായാലും അവരുടെ ദല്ലാളന്മാരായി പലരും നടക്കുന്ന സാഹചര്യം പോലും ലോകത്തും രാജ്യത്തും ഉണ്ടാകുന്നു എന്ന് പറയുന്നത്, ലോകത്ത് മറ്റു പല താല്പര്യമുള്ള ഭരണകൂടങ്ങളുണ്ട്. ഭാരതത്തിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കാവലാളായി വിശേഷിപ്പിക്കുന്ന ജുഡീഷ്യറിയുടെ അവസ്ഥ ഈ നിലയിലാകുമ്പോൾ നാം ഇനി എത്രത്തോളം മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇതിനെയൊക്കെ കറക്റ്റ് ചെയ്യേണ്ടുന്ന ഒരു ഫോഴ്സായ മീഡിയ, മാധ്യമം എന്ന് പറയുന്നത്, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇത്രയധികം ദുർബലമായ, ഇത്രയധികം അപമാനകരമായ പെർഫോമൻസ് സ്വീകരിച്ചിട്ടുള്ള ഒരു മാധ്യമരംഗം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ഇന്ന് പത്രങ്ങൾ വായിക്കുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ കാണുന്ന എത്ര പേരുണ്ട്? സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടാണ് അഭിപ്രായം പറയുവാനും അഭിപ്രായം കേൾപ്പിക്കുവാനുള്ള ഒരു പുത്തൻ സാഹചര്യം ഭൂമുഖത്തുണ്ടായത്. അത് നമ്മുടെ നാട്ടിലും ഈ ഒരു വ്യത്യാസം ഇപ്പോൾ കാണുന്നു. നമ്മുടെ ചാനലുകൾ അല്ലെങ്കിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ എന്തുതരം വാർത്തകളാണ് ഇടുന്നത്? ഒരു ദിനപത്രം എടുത്താൽ മുഴുവൻ വാണിജ്യ വ്യാപാര കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരസ്യങ്ങളും ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളും സെൻസേഷണലായിട്ടുള്ള ഏതെങ്കിലും അപക്വമായ ഒരു വാർത്തയുടെ പിന്നാലെ എത്രയെങ്കിലും ദിവസം പായിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥയാണ് നാം കാണുന്നത്. ഒരു താല്പര്യമില്ലാത്ത, ആർക്കും ഒരു ഗുണവും ചെയ്യാത്ത ചില വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എത്ര നാളുകളാണ് പല മാധ്യമങ്ങളും എത്ര കോടി രൂപയുടെ സ്പേസാണ് കളഞ്ഞു കുളിക്കുന്നത്. ഇത് പത്രം വായിച്ച് എത്ര പേർ നന്നായി എന്ന് ചോദിച്ചാൽ പത്രക്കാരിപ്പോൾ പറയുന്നത് പത്രം വായിച്ച് നന്നാകണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല, പത്രം നന്നാക്കാനുള്ള കാര്യമല്ല. പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരായ ആളുകൾ പറയുന്നത് പത്രം വായിക്കാനാണ് പറയുന്നത്, രാവിലെ പത്രം വായിക്കാനാണ് പറയുന്നത്. എഡിറ്റോറിയൽ വായിച്ച് കുറിപ്പെടുക്കാൻ പറയുമായിരുന്നു, അച്ഛനായാലും അമ്മാവനായാലും അമ്മയായാലും ഒക്കെ തന്നെ. ഇപ്പോൾ ആ നിലയിൽ പത്രം വായിക്കുവാൻ പ്രേരിപ്പിക്കാൻ കഴിയുന്ന ഏത് നിലയിലുള്ള സംഭാവനയുണ്ട്? എഡിറ്റോറിയൽ പേജിൽ ലേഖനങ്ങൾ നിർബന്ധമായി വായിക്കണമെന്ന് പറയുന്ന അധ്യാപകരുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന ലേഖനങ്ങൾ ഏതാണ്, എന്താണുള്ളത്? മാധ്യമരംഗത്ത് ഗുണപരമായി ഇടപെടൽ നടത്താൻ കഴിയുന്ന ഏത് മാധ്യമമാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിലുള്ളത്? ഏത് ഭാഷയിലാണുള്ളത്? ഇതൊക്കെ തന്നെ ദൗർബല്യങ്ങളായി മാറിയിരിക്കുന്നത്. 4 രംഗവും തന്നെ ജനാധിപത്യത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ വിലയിരുത്തുമ്പോൾ ഒരു റിഫ്രഷിന് സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. എക്സിക്യൂട്ടീവായാലും ജുഡീഷ്യറി ആയാലും ലെജിസ്ലേച്ചറായാലും മീഡിയ ആയാലും ഒരു മാറ്റത്തിന് അനിവാര്യമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ വിധത്തിലൊരു മാറ്റം എങ്ങനെ പുതിയതായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ പറയുന്ന നമ്മുടെ ഒരു പ്രധാനമായ ഒരു ദേശീയ ദൗത്യം തന്നെ നമ്മുടെ നാട്ടിൻ്റെ വിഭവശേഷി പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ചർച്ചകൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ആലോചനകൾ നടത്തുവാൻ കഴിയുന്ന സംവിധാനം എവിടെയാണുള്ളത്? ഒരു ഉദാഹരണം, ഇവിടെ എന്തിനാണ് റിട്ടയർമെൻറ്റ്? വിദഗ്ധരായ ആളുകൾ 55-60 വയസ്സാകുമ്പോഴാണ് അവർ പ്രാപ്തരായി വരുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനുള്ളത്. അപ്പോൾ ആ സമയത്ത് അവരെ പറഞ്ഞു വിടുകയാണ്, സർവീസിൽ നിന്ന് പറഞ്ഞു വിടുന്നു പറയുന്നത്, തള്ളി പുറത്താക്കും പോലെയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ റിട്ടയർമെൻറ്റ് ആവശ്യമുണ്ടോ? ജപ്പാനിൽ റിട്ടയർമെൻ്റ് ഇല്ല. ജപ്പാനിൽ റിട്ടയർമെൻറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ജപ്പാൻ വളരുകയാണ്. ജപ്പാനിലാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ ലോകത്തിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജപ്പാനിലെ വാതിലുകളെല്ലാം തുറന്നിട്ടിരിക്കുകയാണ്, കൈമാടി വിളിക്കുകയാണ്, വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് തൊഴിൽ കൊടുക്കാനായിട്ട്. പ്രായം ചെന്ന ആളുകൾ നേതൃത്വം കൊടുക്കുന്ന പല സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും തന്നെ അനേക ലക്ഷം പുത്തൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അവരുടെ ആശയം, അറിവ്, കഴിവ് എന്ന് പറയുന്നത് സമൂഹ വികസനത്തിന് പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യം ലോകത്ത് എമ്പാടും സൃഷ്ടിക്കപ്പെടുന്നു. ഇവിടെ ഇപ്പോഴും പഴഞ്ചൻ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനത്തിൻ്റെ തുടർച്ചയായിട്ട് റിട്ടയർമെൻറ്റ് 55, 56, 57 വയസ്സ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നിലനിർത്തിയിരിക്കുന്നു. അത് മാറ്റേണ്ട കാലമായിരിക്കുന്നു. അത് മാറ്റണം എന്നുള്ളതാണ്. അതുപോലെ ഇൻകം ടാക്സ്,
ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഫിനോമിന, ആ പ്രതിഭാസം, അത് എവിടെ എങ്ങനെ തുടങ്ങിയെന്ന് ആർക്കും അറിയില്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ പോലും പറഞ്ഞിട്ടുണ്ട്, ഇതെന്താണ് ഇൻകം ടാക്സ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നോക്കുകൂലി എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെയൊക്കെ തന്നെ പണിയെടുക്കാത്ത ആളുകൾ നോക്കുകൂലി വാങ്ങുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതുപോലെയല്ല ഇൻകം ടാക്സ്, പണിയെടുക്കുന്നവരിൽ നിന്ന് ടാക്സ് പിടിച്ച് വാങ്ങുന്ന സമ്പ്രദായം. ഇൻകം ടാക്സ് ഒഴിവാക്കിയിട്ട് ട്രാൻസാക്ഷൻ കോസ്റ്റ് എടുത്താൽ ഇന്നത്തേതിനേക്കാളും കൂടുതൽ വരുമാനം സംസ്ഥാനത്തും രാജ്യത്തും ലഭ്യമാകും. ഓരോ ബാങ്കിലെ ട്രാൻസാക്ഷനും ഒരു നിശ്ചയ ശതമാനം തുക സെസ് പോലെ ഏർപ്പെടും, അല്ലെങ്കിൽ ഒരു നിശ്ചയ ശതമാനം തുക എടുക്കാൻ തുടങ്ങിയാൽ എത്ര തുക കിട്ടും? കഴിഞ്ഞ വർഷം ഇൻകം ടാക്സിലൂടെ കളക്ട് ചെയ്യാൻ പറ്റിയത് വേറെ 5 ലക്ഷം കോടി രൂപയാണ്. നമ്മുടെ നാട്ടിൽ ഉള്ള എല്ലാ പാൻ കാർഡുള്ള ആളുകളും അക്കൗണ്ടുള്ളവരല്ല. ഈ അക്കൗണ്ടുള്ള ആളുകളെല്ലാം ഇൻകം ടാക്സ് പേയേഴ്സും അല്ല. ഇൻകം ടാക്സ് കൊടുക്കുന്ന കുറച്ച് ആളുകളാണ്. ആ വരുമാനം കുറവാണ്. മറിച്ച് ഓരോ ട്രാൻസാക്ഷനും 1%, 1.5%, 2% തുകയുടെ തോതനുസരിച്ച് ട്രാൻസാക്ഷൻ ഡിവിഡൻറ്റ് കൊണ്ട് എടുക്കാൻ തയ്യാറായാൽ, ബാങ്കിൽ നിന്ന് അത് കട്ട് ചെയ്യാൻ തയ്യാറായാൽ എത്ര വരുമാനം, എപ്പോഴും ട്രഷറിയിലേക്ക് പണം വരാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. വർഷത്തിൽ 2 പ്രാവശ്യമല്ല, എപ്പോഴും പണം വരാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടല്ലോ. ആ ഒരു സൗകര്യത്തെക്കുറിച്ച് ആലോചിക്കണം. കാരണം ഇതൊക്കെ തന്നെ പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങി വെച്ച ഒരു ഗതികെട്ട രീതിയിലുള്ള ടാക്സ് പ്രാക്ടീസ് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ മാറ്റേണ്ടുന്ന കാലം കഴിഞ്ഞില്ലേ. സ്വാതന്ത്ര്യത്തിൻ്റെ ഇത്രയും വർഷം പിന്നിട്ടിട്ട് റിപ്പബ്ലിക്കിൻ്റെ 75 വർഷം ആഘോഷിക്കുമ്പോൾ പോലും നമുക്കിതേക്കുറിച്ച് ആലോചിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? നമ്മുടെ ട്രഷറിയിലേക്ക് 5 ലക്ഷം കോടിയുടെ സ്ഥാനത്ത് 100 ലക്ഷം കോടി രൂപ പ്രതിവർഷം വരാൻ കഴിയുന്ന ഒരു സമ്പ്രദായമാണ് ഈ ട്രാൻസാക്ഷൻ കോസ്റ്റ് നിന്ന് വരുമാനം കണ്ടെത്തുവാൻ തയ്യാറായാൽ. ഒരു ദിവസം പോലും ട്രഷറി പൂട്ടേണ്ടി വരില്ല. എല്ലാ സമയവും ബാങ്കുകളിൽ നിന്ന് വരുമാനം ട്രഷറിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതേക്കുറിച്ച് ആലോചിക്കാൻ ഗവൺമെൻറ് തയ്യാറാവുമോ? ഇതാരോട് സംസാരിക്കാൻ, എവിടെയെങ്കിലും പറയാൻ കാര്യമുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ? ആര് കേൾക്കാൻ? ഈ നിലയിൽ ആണ് നമ്മുടെ രാജ്യത്തിൻ്റെ വികസന പ്രക്രിയയിലൊക്കെ പൊതുവായ സമീപന രീതികൾ നിൽക്കുന്നത്. അതുപോലെ മറ്റൊന്ന്, ഇന്ന് വർദ്ധിച്ചു വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇൻഫെർട്ടിലിറ്റിയാണ്. നമ്മുടെ നാട്ടിൽ ജനസംഖ്യ വർധനവ് പണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്നെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തും ലോകത്തും ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടത് ജനസംഖ്യ നിയന്ത്രണം എടുത്തു കളയുന്ന രീതിയാണ്. എടുത്തു കളഞ്ഞേ മതിയാവൂ. കാരണം ജനസംഖ്യ നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ എന്ന് ഇപ്പോൾ നാം അഭിമാനിക്കുമെങ്കിൽ ഇതിലും ഇരട്ടി, നമുക്ക് 200 കോടി ആളുകൾ വരെ ഉണ്ടാകേണ്ടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഒരു കാഴ്ചപ്പാടിൽ ജനസംഖ്യാ നിയന്ത്രണം എടുത്തു കളയണം. ജനസംഖ്യാ നിയന്ത്രണം എടുത്തു കളഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനസംഖ്യ കൂടുതൽ വളർത്തിയെടുക്കുവാനും മികവുള്ള, കഴിവുള്ള, പ്രാപ്തിയുള്ള ജനസമൂഹത്തെ വാർത്തെടുക്കുവാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഒരുക്കുകയും വേണം. അല്ലാതെ ഈ അപരിഷ്കൃതമായ ക്രൂസിഫിക്കേഷൻ ഓഫ് അൺബോൺ എന്ന പണ്ട് പ്രൊഫസർ വി ജഗന്നാഥ പണിക്കർ പറഞ്ഞിട്ടുള്ളതുപോലെ ആളുകളെ, ജനിക്കേണ്ടുന്ന വലിയ മഹതികളായ വ്യക്തികളെ ജനനത്തിനു മുമ്പ് തന്നെ കില്ല് ചെയ്യുന്ന, നശിപ്പിക്കുന്ന പ്രാകൃതമായ കാടത്തം നിറഞ്ഞ ജനസംഖ്യാ നിയന്ത്രണ സമ്പ്രദായം എടുത്തു കളയേണ്ടത് കാലമെത്തിയിരിക്കുന്നു. അതുപോലെ ആധുനിക സ്കിൽ, പുത്തൻ സ്കിൽ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ആധുനിക സ്കിൽ അറിയാത്തവരെ ആരും ഉണ്ടാകരുത്. മുഴുവൻ ജനസമൂഹത്തെ, എത്ര പ്രായമുള്ള ആളുകളാണെങ്കിൽ പോലും മാറുന്ന ലോക സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരെ ആധുനിക തൊഴിൽ വിദ്യാഭ്യാസം നൽകി അവരെ പ്രാപ്തരാക്കുവാൻ തയ്യാറായാൽ, ചൈനയിൽ 100 വയസ്സും 105ഉം 110ഉം വയസ്സായ ആളുകൾ പോലും പണിയെടുക്കുന്നു. അവർ എന്തെങ്കിലും ഒരു പുതിയ കാർപ്പറ്റ് ഉണ്ടാക്കിയാൽ, പുതിയ ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ അത് തൻ്റെ രാജ്യത്തുണ്ടാക്കുന്ന അഡീഷണൽ ഉൽപ്പന്നമാണ് എന്ന് അഭിമാനത്തോടുകൂടി അവർ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. 100 വയസ്സായ ആളിനും പണിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ആധുനിക സ്കിൽ അവർ അഭ്യസിപ്പിക്കപ്പെടുന്നു. ഇവിടെ തൊഴിലറിയാത്തവരായ ആളുകളിങ്ങനെ അലഞ്ഞു തിരിയുമ്പോൾ ആ ആളുകളെയൊക്കെ തന്നെ ആധുനിക സ്കില്ലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുവാൻ, അവരെ എക്വിപ്ഡ് ആക്കുവാൻ, അവർക്ക് പ്രാപ്തിയുള്ളവരാക്കി മാറ്റുവാനുള്ള ഒരു സമ്പൂർണ്ണ യജ്ഞം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഒക്കെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുന്നതാണ് ഉചിതമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം പുതിയ കാലഘട്ടത്തിൽ, പുതിയ ചിന്തയിൽ നമുക്ക് കാര്യങ്ങൾ ഏറെ ചെയ്യുവാനുണ്ട്. ആ ചിന്തയ്ക്ക് പകരം നമ്മൾ വൃഥാ സമയം കളയുന്നത് അവ്യവസ്ഥാപിതമായ, അവ്യക്തമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വർത്തമാനം പറഞ്ഞാണ്. ആ വർത്തമാനങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്നാണ് നമ്മുടെ അഭിപ്രായം.